നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ മുട്ടം ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അഗ്നിരക്ഷാസേനയും സ്ഥലം പരിശോധിച്ച് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. ഉടുമ്പൻചോലയിൽ എം മണി വീണ്ടും മത്സരിച്ചേക്കും. 2 ടേം വ്യവസ്ഥയിൽ മണിക്ക് ഇളവ് നൽകണമെന്ന് CPM ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോ മാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2ാമത് ഇന്ത്യ ഇന്റർനാഷണൽ EV എക്സ്പോ ജനുവരി 16, 17, 18 തീയതികളിൽ അങ്കമാലിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KRDSA സംസ്ഥാന സമ്മേളനത്തിൽ തുടക്കമായി തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മുട്ടം ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അഗ്നിരക്ഷാസേനയും സ്ഥലം പരിശോധിച്ച് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ പേരിലായിരുന്നു കോടതിയിലേക്ക് ഇമെയിലിൽ ബോംബ് ഭീഷണി എത്തിയത്. ഇടുക്കി മുട്ടം ജില്ലാ സെഷൻസ് കോടതിയിൽ ബോംബ് ഭീഷണിയെ തുടർന്ന് കനത്ത ജാഗ്രത. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ പേരിൽ ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ഉച്ചയ്ക്ക് 1:15 കോടതി സമുച്ചയത്തിൽ സ്ഫോടനം നടക്കുമെന്നായിരുന്നു സന്ദേശം. മുഹമ്മദ് അസ്ലം വിക്രം എന്ന പേരിൽ ലഭിച്ച ഇമെയിലിൽ 3 RDX അടങ്ങിയ മനുഷ്യജാവേറിനെ സ്ഫോടനത്തിനായി നിയോഗിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു. ഭീഷണിയെ തുടർന്ന് കോടതി നടപടികൾ നിർത്തിവെക്കുകയും ജീവനക്കാരെയും അഭിഭാഷകരെയും കെട്ടിടത്തിൽ നിന്ന് അടിയന്തരമായി ഒഴിപ്പിക്കുകയും ചെയ്തു. മുട്ടം, തൊടുപുഴ, കാഞ്ഞാർ എന്നീ സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘവും ഇടുക്കിയിൽ നിന്നുള്ള ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. കോടതി നടപടികൾ തുടരാൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ജില്ലാ ജഡ്ജിയുടെ ഔദ്യോഗിക മെയിലിലേക്ക് ഒരു മെയിൽ സന്ദേശം വന്നിരിക്കുന്നത്. ആ മെയിലിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ. തമിഴ്നാട് ജയിലിലുള്ള നിവിൻ പൊതുരാജ് DMK അനുയായികൾ ഇവരെ കൊണ്ട് വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ജയിലിൽ ജോലി ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് അവരുടെ അടിയന്തരമായിട്ടുള്ള മോചനം അല്ലെന്നുണ്ടെങ്കിൽ മറ്റു നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് മെയിൽ വന്നിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഉള്ളടക്കത്തിൽ 3 RDX മനുഷ്യ ബോംബുകൾ തൊടുപുഴ ജില്ലാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഉച്ചയ്ക്ക് ഏകദേശം ലഞ്ചിൻ്റെ ടൈമോടുകൂടി അത് സ്ഫോടനം ഉണ്ടാകുമെന്നുമാണ് ആ മെയിലിൻ്റെ ഉള്ളടക്കത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിലുള്ള കത്താണ്. കത്ത് മലയാളത്തിലാണ്, അല്ല ട്രാൻസ്ലേഷൻ അല്ല, മലയാളത്തിലാണ്. പക്ഷേ അത് തമിഴ് ചുവയുള്ള ഒരു ലാംഗ്വേജ് രീതിയിലാണ് കത്ത് വന്നിരിക്കുന്നത്. അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയിരുന്നു. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവരെ ഒഴിപ്പിച്ച ശേഷം കെട്ടിടങ്ങൾ ഓരോന്നായി പരിശോധിച്ചു. തുടർന്ന് ഭീഷണി വ്യാജമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഉടുമ്പൻചോലയിൽ എം മണി വീണ്ടും മത്സരിച്ചേക്കും. 2 ടേം വ്യവസ്ഥയിൽ മണിക്ക് ഇളവ് നൽകണമെന്ന് CPM ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. പാർട്ടി സമ്മതം മൂളിയാൽ മണി 4ാം തവണയും ജനവിധി തേടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിൽ വലിയ തിരിച്ചടിയാണ് ഇടത് നേരിട്ടത്. മുൻപ് മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളും LDF-നൊപ്പമായിരുന്നു. എന്നാൽ ഇത്തവണ 5 പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. ഒപ്പത്തിനൊപ്പമായിരുന്ന രാജകുമാരി നറുക്കെടുപ്പിലൂടെയാണ് LDF-ന് കിട്ടിയത്. ഇടതുകോട്ടയായിരുന്ന രാജാക്കാട്ടിൽ ഉൾപ്പെടെ നേരിട്ട തിരിച്ചടിയാണ് വീണ്ടും എം മണി മതിയെന്ന ചർച്ച ഉയരാൻ ഇടയാക്കിയത്. സ്ഥാനാർത്ഥി എം മണി തന്നെയെങ്കിൽ മണ്ഡലത്തിൽ വിജയം അനായാസമെന്നാണ് വിലയിരുത്തൽ. 1996, 2016, 2021 തിരഞ്ഞെടുപ്പുകളിൽ ഉടുമ്പൻചോലയിൽ മത്സരിച്ച എം മണി കഴിഞ്ഞ 2 തവണ വിജയം നേടിയെടുത്തു.
കഴിഞ്ഞ 10 വർഷം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയാവും LDF പ്രചരണം. എന്താണെങ്കിലും പാർട്ടി സമ്മതിച്ചാൽ MM മണി ഇത്തവണയും ഉടുമ്പൻചോലയിൽ ജനവിധി തേടും. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, KCBC കരിസ്മാറ്റിക് കമ്മീഷണർ സെക്രട്ടറി ഫാദർ ജോൺസൺ തൊണ്ടിയിൽ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അഭിഷേകാഗ്നി ബൈബിൾ കൺവെൻഷൻ ആരംഭിച്ചു. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. മാർ ജോർജ് പുന്നക്കോട്ടിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ ജൂബിലി ആഘോഷത്തിലൂടെ അനേക കാര്യങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ആശ്വാസം, സംതൃപ്തി ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വചനം സന്തോഷത്തോടെ ബൈബിൾ വായിക്കുന്നത് മാത്രമല്ല, അതേകാലത്ത് ബൈബിളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അപ്പസ്തോലന്മാർ കർത്താവിനെയാണ് പ്രഘോഷിച്ചിരുന്നത്. കർത്താവ് ഈശോമിശിഹായെ, ഈശോയായിരുന്നു വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനമായിരുന്നു ദൈവം എന്നാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നൊക്കെയാണല്ലോ ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ വചനം എന്ന് പറഞ്ഞാൽ കർത്താവ് ഈശോമിശിഹ തന്നെയാണ്. ഈശോയെയാണ് ആദ്യ അപ്പസ്തോലന്മാർ അറിയിച്ചിരുന്നത്, പ്രഘോഷിച്ചിരുന്നത്. പുസ്തകമൊന്നും അല്ല കൊടുത്തിരുന്നത്. പുസ്തകം ഉണ്ടായിട്ടൊരു കർത്താവ് മരിച്ച് പിന്നെ ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ പുസ്തകമൊക്കെ ഉണ്ടാകുന്നത്. അതും ഓരോന്നായിട്ടുണ്ടാകുന്നു. പക്ഷേ അതിന് മുമ്പ് തന്നെ കർത്താവിനെ എല്ലാവർക്കും കേട്ടിട്ടുണ്ട്, കർത്താവിനെ കണ്ടിട്ടും കേട്ടിട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. കർത്താവിനെ പ്രഘോഷിച്ച് കേട്ടിരുന്ന ഒത്തിരി ആളുകളുണ്ട്. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലേക്കണ്ടത്തിൽ, KCBC കരിസ്മാറ്റിക് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോൺസൺ തൗണ്ടയിൽ, ഷെക്കൈന ന്യൂസ് MD ബ്രദർ സന്തോഷ് കരുമത്ര, ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നൽ എന്നിവർ സംസാരിച്ചു. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 1-2 തിരുലിഖിതങ്ങൾ. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അവിടെ സാർദീസിലെ സഭയുടെ ദൂതന് കർത്താവ് ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട്. സാർദീസിലെ സഭ, ആ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറഞ്ഞ് കർത്താവ് നൽകുന്ന സന്ദേശമാണ് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സാർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ സപ്താത്മാക്കളും സപ്തതാരങ്ങളുമായവൻ പറയുന്നു, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. നിങ്ങളോടാണ് പറയണത്, നിന്റെ കയ്യിലിരിപ്പ് ഞാൻ അറിയുന്നുണ്ട്. നിന്റെ ചെയ്തികൾ നീ ഇവിടെ ഇരിക്കുന്നതല്ല, നിന്റെ ചെയ്തികൾ ഞാൻ അറിയുന്നു. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയുന്നത്. ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെ കുറിച്ച് പറയപ്പെടുന്നതെങ്കിലും നീ മൃതനാണ്. കത്രീനെ, നിന്റെ ആത്മാവ് ഇവിടെ ഇരിക്കുന്ന കത്രീനല്ല, ധ്യാനകേന്ദ്രങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് പടപടപ്പുള്ള കത്രീനെ, നീ മരിച്ചവളാണ്. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അഭിഷേകാഗ്നി കൺവെൻഷനും ആരംഭിച്ചു. ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ കൺവെൻഷൻ നയിക്കും. എല്ലാ ശനിയാഴ്ചകളിലും റൂഹ അഭിഷേകം ബൈബിൾ കൺവെൻഷൻ ഉണ്ടായിരിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ 9:15-നും 9:45-നും തൊടുപുഴ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് ധ്യാന കേന്ദ്രത്തിലേക്കും തിരികെ ഉച്ചകഴിഞ്ഞ് 1:30 മുതൽ 4 വരെ തൊടുപുഴയിലേക്കും KSRTC പ്രത്യേക സർവീസ് ഉണ്ടായിരിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോ മാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2ാമത് ഇന്ത്യ ഇന്റർനാഷണൽ EV എക്സ്പോയും വ്യവസായ സംഗമവും ജനുവരി 16, 17, 18 തീയതികളിൽ അങ്കമാലിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന എക്സ്പോയിലൂടെ കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ ഉണർവാണ് ലക്ഷ്യമിടുന്നത്. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോ മാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2ാമത് ഇന്ത്യ ഇന്റർനാഷണൽ EV എക്സ്പോയും വ്യവസായ സംഗമവും ജനുവരി 16, 17, 18 തീയതികളിൽ അങ്കമാലി അറ്റ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടത്തും. 18-ന് നടക്കുന്ന വ്യവസായ സംഗമത്തിൽ ജില്ലയിൽ നിന്നും 1000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരള വ്യവസായ വകുപ്പിന്റെയും കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി നടത്തുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന എക്സ്പോയിലൂടെ കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ ഉണർവാണ് ലക്ഷ്യമിടുന്നത്. മെഷീനുകളുടെ പ്രദർശനവും വിൽപ്പനയും എക്സ്പോയിലുണ്ടാകും. ആധുനിക രീതിയിലുള്ള ഓട്ടോമാറ്റിക് മെഷീനറികൾ, എഞ്ചിനീയറിംഗ്, ഫുഡ്, കെമിക്കൽ, പ്ലാസ്റ്റിക്, ഓയിൽ, ഗ്യാസ്, റബ്ബർ, കശുവണ്ടി, കാർഷിക അധിഷ്ഠിത ഉപകരണങ്ങൾ തുടങ്ങി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ചൈന, UK, UAE, ജർമ്മനി, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള 600-ഓളം പ്രമുഖ മെഷീനറി നിർമ്മാതാക്കൾ അവരുടെ ഉൽപ്പന്നങ്ങളും നൂതന സാങ്കേതിക വിദ്യകളും മേളയിൽ പ്രദർശിപ്പിക്കും. ഈ ജനുവരി 16, 17, 18 തീയതികളിൽ അറ്റ്ലക്സ് ഓഡിറ്റോറിയത്തിൽ വെച്ച്
നമ്മളൊരു മെഗാ എക്സിബിഷൻ നടത്തുകയാണ്. അതിൽ ഏതാണ്ട് 600ഓളം സ്റ്റാളുകൾ ഉണ്ടാവും. വിവിധ മെഷീനറികൾ അവരുടെ പ്രദർശനമുണ്ടാകും. അത് ഈ കേരളത്തിലെ അല്ല സൗത്ത് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ എക്സിബിഷനാണ്. KSSI എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ഈ ഇൻഡസ്ട്രികളുടെ ഡെവലപ്മെന്റിനും പുതിയ സംരംഭകരെ വാർത്തെടുക്കുന്നതിനും വേണ്ടിയിട്ട് നിലകൊള്ളുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ അംഗീകൃതമായിട്ടുള്ള ഏക സംഘടനയാണ്. അതിന് എല്ലാ ജില്ലകളിലും ജില്ലാ ഓഫീസും സ്റ്റേറ്റ് ഓഫീസ് കളമശ്ശേരിയിലും പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കുള്ള പ്രത്യേക പവലിയനുമുണ്ട്. പുതിയ വ്യവസായങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് യന്ത്രനിർമ്മാതാക്കളുമായി ബന്ധപ്പെടുന്നതിനായി ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും. വിവിധ ബാങ്കുകളുടെ ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ടാകും. ഇടുക്കി ജില്ലയിൽ നിന്നും കട്ടപ്പന, ചെറുതോണി, അടിമാലി, തൊടുപുഴ എന്നിവിടങ്ങളിൽ നിന്നും 18-ാം തീയതി എക്സിബിഷൻ സെന്ററിലേക്ക് സൗജന്യമായി യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ മേളയിൽ 3 ദിവസങ്ങളിലായിട്ട് കേരളത്തിലെ ഏതാണ്ട് 12ഓളം മിനിസ്റ്റേഴ്സും 2 കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ശോഭാ കരന്തലെ അതുപോലെ തന്നെ ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാര്, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി സതീശൻ, അതുപോലെ തന്നെ മുൻ വ്യവസായ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി, ഇവരൊക്കെ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള MP-മാര്, MLA-മാര്, സകല ആൾക്കാർ ഈ 3 ദിവസങ്ങളിലായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ വ്യവസായ രംഗത്ത് ഒരു കുതിച്ചുചാട്ടം അത്യാവശ്യമാണെന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം മനസ്സിലായിട്ടുണ്ട്. കാരണം നമ്മുടെ റവന്യൂ കൂടണമെങ്കിൽ കേരളത്തിലെ വ്യവസായങ്ങൾ വളരണം. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഗവൺമെന്റ് തലത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ KSSIയുടെയും സംയുക്തമായിട്ട് നടപ്പാക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9074242946 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പ്രസിഡന്റ് സുനിൽ വഴുതലക്കാട്ട്, സെക്രട്ടറി ജോബി ചെറിയൻ, ട്രഷറർ ബിജു PV, മുൻ പ്രസിഡന്റ് ബേബി ജോർജ്, സംസ്ഥാന ട്രഷറർ B ജയകൃഷ്ണൻ എന്നിവർ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വഴിത്തലയിൽ വയോധികരായ ദമ്പതികൾക്കും വീടിനും നേരെ നിരന്തരമായി ആക്രമണം നടത്തുന്നതായി പരാതി. റിട്ടയർഡ് DYSPയുടെ സഹോദരനും സുവിശേഷകനുമായ വഴിത്തല കാവുപുരയ്ക്കൽ KO ജോസും ഭിന്നശേഷിക്കാരിയായ ഭാര്യയുമാണ് അയൽവാസികളുടെ ഭീഷണിയിൽ ദുരിതമനുഭവിക്കുന്നത്. സംഭവത്തിൽ രാഷ്ട്രീയ ഇടപെടൽ മൂലം പോലീസ് അന്വേഷണം അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് ദമ്പതികൾ ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചു. കഴിഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ മറവിൽ വീടിന് നേരെ ഗുണ്ടെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായാണ് പരാതിക്കാരൻ പറയുന്നത്. സ്ഫോടന ശബ്ദത്തെ തുടർന്ന് ഭിന്നശേഷിക്കാരിയായ ഭാര്യ ബോധരഹിതയായി വീഴുകയും മാനസിക നില തെറ്റുകയും ചെയ്തു. നിലവിൽ ഇവർ ചികിത്സയിലാണ്. മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിന് പിന്നിലെന്ന് കരുതുന്നു. വഴുത്തല റോഡ് വശത്ത് പുൽക്കൂട് കെട്ടിയതിന്റെ മറവിലായിരുന്നു മനഃപൂർവ്വം ഭീതി പരത്തിയുള്ള ആക്രമണം നടന്നത്. കരിങ്കുന്നം പോലീസ് സംഭവത്തിൽ റിപ്പോർട്ട് നൽകിയെങ്കിലും രാഷ്ട്രീയ സ്വാധീനം മൂലം പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് ജോസ് ആരോപിക്കുന്നു. കരിങ്കുന്നം സ്റ്റേഷനിൽ നിന്ന് മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും കൊടുത്ത റിപ്പോർട്ടിൻ്റെ കോപ്പിയാണിത്. ഇതിലവർ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ അബദ്ധമാണ്. അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അവരെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇവർ പുൽക്കൂട് കെട്ടി ഈ ആഘോഷങ്ങളൊക്കെ നടത്തിയത്. അപ്പം അത് വ്യക്തമായിട്ടും ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് CD-യിലാക്കി ഇടുക്കി പോലീസ് മേധാവിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സണ്ണി പുത്തുമ്പരയ്ക്കലിലും അഗസ്ത്യാസ്തി കുന്നുംപുറവും 2 പേരുടെ പേരിലായിരുന്നു ഞാൻ പ്രധാനമായും കേസ് കൊണ്ടുപോയത്. എന്നാലിപ്പം 7 പേരെ ഞാനതിൽ ചേർത്തിട്ടുണ്ട് SP-ക്ക് കൊടുത്തപ്പോൾ. കേസ് ഒത്തുതീർപ്പാക്കാൻ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് ദമ്പതികൾക്ക് മേലുണ്ടായത്. തുടർന്ന് ഇവർ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു. കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അക്രമികൾക്കെതിരെ കർശന നടപടി വേണമെന്നും തനിക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം കാണണമെന്നുമാണ് വയോധികരായ ഈ ദമ്പതികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി ജനുവരി 10 പാസിംഗ് ഔട്ട് സെറിമണി നടത്തുമെന്ന് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചടങ്ങിൽ ഇന്നോവേച്ചർ സ്ഥാപനത്തിലെ ഗ്ലോബൽ ടെക് ആർക്കിടെക്ചറും CEO AV രവീന്ദ്രനാഥ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും.
2002 DC കിഴക്കേ മുറിയുടെ സ്മരണയ്ക്കായി സ്ഥാപിതമായ സ്ഥാപനമാണ് DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി. സ്ഥാപനത്തിൽ ജനുവരി 10 പാസിംഗ് ഔട്ട് സെറമണി നടത്തുകയാണ്. ചടങ്ങിൽ ഇന്നോവേച്ചർ സ്ഥാപനത്തിലെ ഗ്ലോബൽ ടെക് ആർക്കിടെക്റ്റും CEO-യുമായ AV രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. CCD ഫൗണ്ടിംഗ് പാർട്ണർ R. ലതാരാമൻ ജയഗോപാൽ കോൺവെക്കേഷൻ അഭിസംബോധന നിർവഹിക്കും. GT ആർക്കിടെക്ട്സിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റായ ജിയോ തോമസ്, ബാങ്കിംഗ് പ്രൊഫഷണലായ അരുൺ പ്രേം എന്നിവർ സംസാരിക്കും. DC ബുക്സ് CEO-യായ ശ്രീ രവി DC ചടങ്ങിന്റെ ചീഫ് ഫെസിലിറ്റേറ്ററായി അധ്യക്ഷത വഹിക്കും. Address by architect Lata Raman Jayagopal, co-founder ആണ്, ഇൻസ്പിറേഷൻ കളക്റ്റീവ് ആൻഡ് ഫൗണ്ടിംഗ് പാർട്ണർ ആണ് CCD ഇന്ത്യ. അതേപോലെ തന്നെ കീനോട്ട് അഡ്രസ് ബൈ ശ്രീ ജിയോ തോമസ്, പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ആണ് GT ആർക്കിടെക്ട്സ് ആൻഡ് അലൂമിനി. അതേപോലെ തന്നെ അഡ്രസ് ബൈ ശ്രീ അരുൺ പ്രേം, അദ്ദേഹം ഒരു ബാങ്കിംഗ് പ്രൊഫഷണൽ ആണ്. പിന്നെ ശ്രീ രവി DC നമ്മുടെ CEO ആണ്. ഇത്രയും പേരാണ് നമ്മുടെ പ്രോഗ്രാമിൽ അധ്യക്ഷൻ. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DC സ്കൂൾ ഓഫ് ആർക്കിടെക്ട് പ്രിൻസിപ്പൽ ഷെജീന വേണുഗോപാൽ, DC സ്കൂൾ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പൽ ഡോക്ടർ CB ജോസ്, വൈസ് പ്രിൻസിപ്പൽ അഖിൽ വിജയൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. KRDSA സംസ്ഥാന സമ്മേളനത്തിൽ തൊടുപുഴയിൽ തുടക്കമായി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ K. സലീംകുമാർ അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 36ാം സംസ്ഥാന സമ്മേളനത്തിന് തൊടുപുഴയിൽ തുടക്കമായി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യവും ലോകവും സംസ്ഥാനവും എല്ലാം നേരിടുന്ന പൊതുവായ വിഷയങ്ങൾ, അത് ഏതെങ്കിലും പ്രത്യേകതരം വിഷയങ്ങളല്ല, നമ്മൾ ഓരോരുത്തരെയും ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതും തനതായി തൊടുപുഴയിൽ ചേരുന്ന സമ്മേളനം ചർച്ച ചെയ്യും വിവിധ വിഷയങ്ങൾ. ഇപ്പോൾ 2-3 ദിവസക്കാലമായി വെനിസ്വേലയുടെ പ്രസിഡന്റിനെ തടവിലാക്കി വിചാരണ ചെയ്യുന്നത് രാജ്യത്താകെ ലോകത്താകെ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കതിനകത്തുനിന്ന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയില്ല. വെനിസ്വേലയുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, തടങ്കൽ പാർപ്പിച്ചിരിക്കുന്നു, വിചാരണ ചെയ്യുന്നു. എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നത്, തൊടുപുഴയെ ബാധിക്കുന്നത്? അതിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ടോ? ലോകത്തെല്ലായിടത്തും ചർച്ച ചെയ്യുന്നുണ്ട്. അത്തരം ആധിപത്യം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് എണ്ണയുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്നുള്ളതാണ്. വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്ക നീങ്ങുന്നു. സ്വാഭാവികമായും അത് തങ്ങളുടെ നിയന്ത്രണത്തിലായാൽ എണ്ണ വില തീരുമാനിക്കുന്നത് അമേരിക്കയായി തീരും. അതുമാത്രമല്ല, ഇന്നലെ ഒരു 6 രാജ്യങ്ങൾ, ഇന്ത്യയും അതിനകത്ത് പെടുകയാണ്. ആ 6 രാജ്യങ്ങൾക്കെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ഭീഷണി നമ്മുടെ രാജ്യത്തിനും ബാധകമാണ്. പൊതുസമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ K. സലീംകുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ചെയർമാൻ S. സജീവ്, CPI മൂലമറ്റ മണ്ഡലം സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, ജോയിന്റ് കൌൺസിൽ മുൻ സംസ്ഥാന ട്രഷറർ A. സുരേഷ് കുമാർ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KS രാകേഷ്, KRDSA സംസ്ഥാന ജനറൽ സെക്രട്ടറി P. ശ്രീകുമാർ, ജില്ലാ പ്രസിഡന്റ് ആൻസ് ജോൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക കടന്നാക്രമണത്തിൽ പ്രതിഷേധിച്ച് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച സദസ്സ് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി D. വിനിൽ ഉദ്ഘാടനം ചെയ്തു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നിശാന്ത് M. പ്രഭ അധ്യക്ഷത വഹിച്ചു. കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ സ്വാഗതം പറഞ്ഞു. വെനിസ്വേലയിൽ അമേരിക്ക നടത്തിയ സൈനിക കടന്നാക്രമണത്തിലും പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിസിലിയ ഫ്ലോറൻസിനെയും തട്ടിക്കൊണ്ടുപോയി അന്യായമായി തടങ്കലിൽ പാർപ്പിച്ച നടപടിയിലും പ്രതിഷേധിച്ചുകൊണ്ട് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങളിൽ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ സംഘടിപ്പിച്ച സദസ് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി D. ബിനിൽ ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണാധികാരികളുടെ അഭിപ്രായം ഇതേവരെയും പുറത്തു വന്നിട്ടില്ല എന്ന വസ്തുതയും നമ്മൾ കാണുകയാണ്. ഇന്ത്യ ഈ കാര്യങ്ങളെ കുറിച്ച് വീക്ഷിച്ചു വരികയാണ് എന്നാണ് ഇന്നത്തെ പത്രത്തിൽ കണ്ടത്. എന്താണ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അമേരിക്കയോട് നിങ്ങൾ ചെയ്യുന്ന സമീപനം ശരിയുടേതായല്ല, ന്യായത്തിൻ്റെതായല്ല
ഒരു ഭരണകൂടത്തിന് കാണിക്കേണ്ടത് സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ടല്ല എന്ന് പറയുവാൻ നരേന്ദ്രമോദിക്കും ഇന്ത്യൻ ഭരണാധികാരികൾക്കും കഴിയുന്നില്ല എന്നുള്ള വസ്തുത കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സ്വതന്ത്ര രാജ്യങ്ങളുടെ ഭൂസമ്പത്ത്, എണ്ണ നിക്ഷേപവും കൈയടക്കുന്നതിനും ആയുധ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഏകാധിപത്യപരമായി ലോകരാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക നടത്തുന്ന കടന്നാക്രമണത്തെ ചെറുക്കുന്നതിന് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ മുന്നോട്ട് വരണമെന്നും കൂടുതൽ കരുത്തുറ്റ പ്രക്ഷോഭങ്ങൾ ലോകവ്യാപകമായി ഉയർന്നു വരണമെന്നും ഐക്യദാർഢ്യ സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി ബിനിൽ പറഞ്ഞു. അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി സംഘടിപ്പിച്ച ഐക്യദാർഢ്യ സദസ്സിന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ നിഷാന്ത് എം പ്രഭ അധ്യക്ഷത വഹിച്ചു. കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് ജില്ലാ സെക്രട്ടറി R ബിജുമോൻ, വർക്കേഴ്സ് കോർഡിനേഷൻ കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് PK ജബ്ബാർ, B സുധർമ്മ, PM ഷൌക്കത്ത് അലി, ആൻസ് ജോൺ, DK സജിമോൻ, ആശ CG, മുഹമ്മദ് നിസാർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. MS ശ്രീകുമാർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോട്ടപ്പടി മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 86-ാം വാർഷിക ആഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ സംസ്ഥാനതല മേളയിലെ വിജയികൾക്ക് പുരസ്കാരവും കൈമാറി. വയലിനിസ്റ്റ് സ്റ്റീഫൻ മാത്യു വിശിഷ്ട അതിഥിയായി പങ്കെടുത്തു. സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പടി മാർ ഏലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 86-ാം വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും സാരംഗ് 2K26 എന്ന പേരിൽ സംഘടിപ്പിച്ചു. ആന്റണി ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വിദ്യാലയത്തിലൂടെ കടന്നുപോയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ സമഗ്ര വളർച്ച തുടങ്ങുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെയാണ് കഴിഞ്ഞ വർഷത്തിലൊക്കെ ഈ സ്കൂളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. പാഠ്യേതര രംഗങ്ങളിലെല്ലാം ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു വിദ്യാലയം. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലാണ് എല്ലാ മേഖലയ്ക്കകത്തും നമ്മുടെ സ്കൂള് അങ്ങനെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത്. കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ഒട്ടേറെ വർഷങ്ങൾ അവർ ഈ വിദ്യാലയത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അവരുടെ വീടെന്ന പോലെ തന്നെ അവരുടെ വിദ്യാലയം വലിയ പങ്ക് വഹിക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള മെച്ചപ്പെട്ട നിലയിലുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇതുപോലുള്ള വാർഷികങ്ങൾ ഇപ്പോൾ നാളെയാണ് കുട്ടികളുടെ കലാപരിപാടികളുമായി കുറിച്ച് പറഞ്ഞപ്പോൾ 2 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു വർഷത്തിൽ അധ്യയന വർഷത്തിൽ സംസ്ഥാനതല മേളയിലെ വിജയികൾക്ക് പുരസ്കാര വിതരണം MLA കൈമാറി. സ്കൂൾ ബോർഡ് പ്രസിഡന്റ് റവറന്റ് ഫാദർ ജോസ് പരത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. വയലിനിസ്റ്റ് സ്റ്റീഫൻ മാത്യു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാപ്പള്ളി സഹവികാരി റവറന്റ് ഫാദർ ബെൻ സ്റ്റീഫൻ മാത്യു കല്ലുങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ ജീന K കുര്യാക്കോസ്, ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരായ GB വർഗീസ്, ബിന്ദു ജോർജ്, ഹൈസ്കൂൾ വിഭാഗം അധ്യാപിക സജി MV, ഓഫീസ് അസിസ്റ്റന്റ് ബേബി MY എന്നിവരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ ആദരിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ജീന K കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ CM ബേബി, വാർഡ് മെമ്പർ മറിയാമ്മ പോൾ, കോട്ടപ്പടി MEHSS മാനേജർ BGP ഐസക്, കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാപ്പള്ളി ട്രസ്റ്റിമാരായ CM ജോർജ്, TP കുര്യാക്കോസ്, PTA പ്രസിഡന്റ് PK സുകുമാരൻ, മാർ ഏലിയാസ് കോളേജ് മാനേജർ സുനിൽ ജോസഫ്, കോട്ടപ്പടി സെന്റ് ജോർജ് പബ്ലിക് സ്കൂൾ മാനേജർ എൽദോ ജോസ്, സെന്റ് ജോർജ് EMUPS മാനേജർ വർഗീസ് കുട്ടി MK, മാതൃസംഘം ചെയർപേഴ്സൺ ലിൻഡ സുബിൻ, സ്കൂൾ ലീഡർ നൂതന പോൾ, സ്കൂൾ ചെയർമാൻ മുഹമ്മദ് ഇമ്രാൻ എന്നിവർ പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് താര എ പോൾ സ്വാഗതവും അധ്യാപക പ്രതിനിധി വിജു P കൃതജ്ഞതയും രേഖപ്പെടുത്തി. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രതിപക്ഷ നേതാവ് VD സതീശിന് ഖത്തറിൽ സ്വീകരണം നൽകി. ഇൻകാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് പുരയിൽ, ജനറൽ സെക്രട്ടറി KV ബോബൻ, ട്രഷറർ ജീസ് ജോസഫ്, ഇൻകാസ് ഖത്തർ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഉണ്ണി താനത്താളിൽ എന്നിവർ ചേർന്നാണ് പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ചത്. വെള്ളിയാഴ്ച ന്യൂ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ വച്ച് ഖത്തർ ഇൻകാസ് സംഘടിപ്പിക്കുന്ന കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനാണ് പ്രതിപക്ഷ നേതാവ് ഖത്തറിൽ എത്തിയിരിക്കുന്നത്. KRDSA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം തൊടുപുഴ BR ബിനാമോൾ നഗറിൽ നടന്നു. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. KRDSA സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ പതാക ഉയർത്തിയ ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തിയ ശേഷമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്.
KRDSA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം തൊടുപുഴ VR ബിനാമോൾ നഗറിൽ സംഘടിപ്പിച്ചു. KRDSA സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ പതാക ഉയർത്തിയ ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തിയ ശേഷമാണ് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചത്. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ തൊഴിൽ നിയമങ്ങളെല്ലാം അട്ടിമറിച്ച് മുതലാളിത്ത താൽപര്യം സംരക്ഷിക്കാനുള്ള നടപടികളുടെ ഭാഗമായി ലേബർ കോഡുകൾ നടപ്പിലാക്കി കോടിക്കണക്കിന് തൊഴിലാളികളെ പാർശ്വവൽക്കരിച്ചുവെന്നും ആരെയും എപ്പോഴും ഒരു മുന്നറിയിപ്പുമില്ലാതെ മുതലാളിമാർക്ക് പിരിച്ചുവിടാനും തൊഴിൽശാലകൾ അടച്ചുപൂട്ടാനും മുതലാളിമാർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ലേബർ കോഡുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സംരക്ഷിച്ചു നിലപാടിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സാമ്പത്തികമായ ഒരു പ്രതിരോധം തീർത്തുവാനുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് 1888 ഇന്ത്യ ആദ്യമായി ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ കുടുംബത്തിൽ നിന്നും സുരേന്ദ്രനാഥ ടാഗോർ തുടങ്ങി വെച്ചതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയുടെ ചരിത്രം. അങ്ങനെ തുടങ്ങിയ ഇൻഷുറൻസ് മേഖല 1986 കോൺഗ്രസിന്റെ നേതാവ് ഫിറോസ് ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗത്തിൽ V ശശികല രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് SKM ബഷീർ അധ്യക്ഷത വഹിച്ചു. CPI തൊടുപുഴ മണ്ഡലം സെക്രട്ടറി VR പ്രമോദ്, ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി K മുകുന്ദൻ, സംസ്ഥാന വൈസ് ചെയർമാൻ VV ഹാപ്പി, സംസ്ഥാന ട്രഷറർ MS സുഗേതകുമാരി, R ബിജുമോൻ, ബിന്ദു രാജൻ, മനോജ് കുമാർ, P ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. KRDSA സംസ്ഥാന ജനറൽ സെക്രട്ടറി P ശ്രീകുമാർ വാർഷിക റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പൊതൂർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ കൗൺസിലർ R ഹരി സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. സിനിമാ താരം അന്ന ജോബി മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു, ഷിൻഡോ ജോർജ്, സിസ്റ്റർ എൽസ് HS ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ കുട്ടികളോട് ഞാൻ പറയുന്നു, നിങ്ങൾ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊപ്പം കൂട്ടുകാരോടൊപ്പം സ്കൂളിലാണ് ചിലവഴിക്കുന്നത്. ആ ഗുരുപാദങ്ങളിൽ നിന്ന് ഗുരുക്കളിൽ നിന്ന് കിട്ടുന്ന ആ മഹാത്മ്യ വചനങ്ങളും ഇടപെടലുകളും പഠന പ്രക്രിയകളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തുമൊക്കെ പ്രചോദനമായി നിൽക്കുന്നത് ഗുരുത്വം എന്ന അക്ഷരത്തിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു അനുഭവം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചങ്ങനാശ്ശേരി കോളേജിലാണ് MCOM പഠിച്ചത്. എൻ്റെ സബ്ജക്റ്റ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റാണ്. അന്ന് എൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള പ്രൊഫസർ MK ശ്രീധരൻപിള്ള, MKS എന്ന് പറഞ്ഞാൽ തന്നെ ആളുകൾക്ക്, കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു ഭയമാണ്. ഒരു 6 അടി ഉയരവും അതിനൊത്ത ശരീരവും വെള്ളമുണ്ടും വെള്ള ഷർട്ടുമൊക്കെ ധരിച്ച് കംപ്ലീറ്റ് നരച്ച് കണ്ണടയിലൂടെ ആ കണ്ണുകളിങ്ങനെ എന്താ പറയുക, നമ്മൾ നോക്കുമ്പോൾ തന്നെ പേടിച്ചു പോകും. പക്ഷേ ഭയങ്കരമായൊരു പ്രൊഫസർ. ഈ കാലഘട്ടമൊക്കെ ഞാൻ ഓർത്തു പോവുക. അന്ന് എൻ്റെ പ്രൊഫസർക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം, ഡിഗ്രി തലം വരെ കുട്ടികൾ ഈ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കാമെന്നും പോസ്റ്റ് ഗ്രാജുവേഷന് വന്നു കഴിഞ്ഞാൽ അവർ അധ്യാപകരായി മാറേണ്ടവരാണെന്നും അതുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കൂടുതൽ പോകരുത് എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ ആ കാലഘട്ടത്തിലെ ചില തീരുമാനപ്രകാരം എനിക്ക് മാറി നിൽക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട് എനിക്ക് നിൽക്കേണ്ടി വരികയും അന്ന് ആ കോളേജിൽ പഠിക്കുന്ന 4200 ശിഷ്ടം, ഏതാണ്ട് 75ഓളം കുട്ടികൾ, 16 പ്രീ ഡിഗ്രി ബാച്ചുകളാണ്. അപ്പോൾ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ ആ കാലഘട്ടത്തിൽ ആ സ്കൂൾ കോളേജിൻ്റെ തലങ്ങളിലൊക്കെ ചില കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ ചായ്വോട് കൂടി ഞാൻ നിന്നൊരു കാലഘട്ടമുണ്ട്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പൊതൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടയ്ക്കൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ക്ലർക്ക് സോവിച്ചൻ എസിന് യാത്രയപ്പ് സന്ദേശം നൽകി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സാമൂഹിക പ്രവർത്തകനുമായ മത്തച്ചൻ പുരയ്ക്കലിനെ യോഗത്തിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. മുനിസിപ്പൽ കൗൺസിലർ R ഹരി സ്കൂളിലെ കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക പ്രകാശനം ചെയ്തു. സിനിമാ താരം അന്ന ജോബി മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിജോയ് മാത്യു, ഷിൻഡോ ജോർജ്, സിസ്റ്റർ എൽസ് SS, പ്രിൻസ് അഗസ്റ്റിൻ, ഡെൽസി ബൈജു,
ടിഷ ജോസ്, സോവിച്ചൻ എസ്, ഫിദ ഫാത്തിമ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ യോഗത്തിൽ ആദരിച്ചു. പൊതുസമ്മേളനത്തിന് ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടുത്തി ടീൻ ടാലന്റ് ഷോ നടത്തി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുട്ടം ജില്ലാ കോടതിയിലും ബോംബ് ഭീഷണി. ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും അഗ്നിരക്ഷാസേനയും സ്ഥലം പരിശോധിച്ച് ഭീഷണി വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. ഉടുമ്പൻചോലയിൽ എം മണി വീണ്ടും മത്സരിച്ചേക്കും. 2 ടേം വ്യവസ്ഥയിൽ മണിക്ക് ഇളവ് നൽകണമെന്ന് CPM ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് വിവരം. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി മാർ ജോർജ് മുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷനും മെട്രോ മാർട്ടും ചേർന്ന് സംഘടിപ്പിക്കുന്ന 2ാമത് ഇന്ത്യ ഇന്റർനാഷണൽ EV എക്സ്പോ ജനുവരി 16, 17, 18 തീയതികളിൽ അങ്കമാലിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. KRDSA സംസ്ഥാന സമ്മേളനത്തിൽ തൊടുപുഴ തുടക്കമായി. തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം AITUC സംസ്ഥാന സെക്രട്ടറി TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.